ഭർത്താവിൻ്റെ വേദന തുളുമ്പുന്ന സംസാരം കേട്ട് ബീവി പറഞ്ഞു, അങ്ങ് ക്ഷമിക്കണം. ഐഹികമായ ജീവിതത്തിലെ എൻ്റെ ആശകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. എനിക്കിനി ജീവിതത്തിൽ ഒരു ദാമ്പത്യത്തിൻ്റെ ആവശ്യമില്ല. അങ്ങ് എൻ്റെ അന്ത്യാഭിലാഷങ്ങൾ, എൻ്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരണം. സുഹ്റ രാജകുമാരിയെ അങ്ങ് വിവാഹം കഴിക്കണം. ബീവിയുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ആ വിവാഹത്തിന് അബ്ദുള്ള രാജാവ് സമ്മതിച്ചു. അങ്ങനെ യമനിലെ രാജകുമാരി സുഹ്റ രാജകുമാരിയുടെയും അബ്ദുള്ള രാജാവിൻ്റെയും വിവാഹം വലിയ ആർഭാടങ്ങളില്ലാതെ നടന്നു. അധിക ദിവസം കഴിഞ്ഞില്ല, ബീവി രോഗശയ്യയിലായി. അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധി എന്ന് പറയട്ടെ, അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ 1000 ത്യാഗത്തിൻ്റെ സ്മരണകൾ ഉതിർത്തുകൊണ്ട്, 1000 ത്യാഗത്തിൻ്റെ ചരിത്രം രചിച്ചുകൊണ്ട് ആസുറ ബീവി എന്ന മഹതി ഈ ലോകത്തോട് വിട പറഞ്ഞു.